പഹൽഗാമിൽ പാക് ഭീകരർ നമ്മുടെ സഹോദരങ്ങൾക്ക് നേരെ വളരെ നിന്ദ്യവും ക്രൂരവുമായി ആ ഭീകരാക്രമണം നടത്തിയപ്പോൾ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത മാർഗത്തിൽ അവർക്ക് രണ്ട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ കാശ്മീരിലെ മുസ്ലിങ്ങളുടെ ഒരു പിന്തുണ ആർജിക്കുക. അതോടൊപ്പം ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളിൽ ഈ ഹിന്ദു മുസ്ലിം സംഘർഷത്തിൽ ഇന്ത്യ എന്ന മഹത്തായ രാജ്യം ദുർബലപ്പെടുക. കാരണം നമ്മളെ ദുർബലപ്പെടുത്താൻ അത്തരമൊരു ഏറ്റുമുട്ടലിനെ സാധിക്കൂ. ഈ രണ്ട് ലക്ഷ്യത്തിൽ ഒന്നിലവർ ദയനീയമായി പരാജയപ്പെട്ടു. എന്നാൽ മറ്റൊന്നിൽ അവരെ സന്തോഷിപ്പിക്കുന്ന ചില സൂചനകൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നെയ്യപ്പം കിട്ടിയാൽ രണ്ടുണ്ട് കാര്യമെന്ന് പറയാറുണ്ട്. വിശപ്പും തീരും, അതിൻ്റെ എണ്ണ തലയിലും തൂക്കാം. അങ്ങനെ കരുതുന്ന ചില തീവ്ര ഹിന്ദുത്വവാദികൾ നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. ഇത് പോളറൈസ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ. ഇവരുടെ പ്രവൃത്തി ഈ പാക് ഭീകരർ എന്ത് ലക്ഷ്യം വെച്ചോ അത് സാധ്യമാകും വിധം സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ശ്രദ്ധയോടെ കേൾക്കുക. പഹൽഗാമിൽ നമുക്ക് നേരെ പാക് ഭീകരർ നടത്തിയ ഭീകരാക്രമണത്തിൽ അവർ ലക്ഷ്യം വെച്ച രണ്ട് കാര്യമുണ്ടായിരുന്നു. ഇതൊരു പുതിയ ശൈലിയുടെ പരീക്ഷണമായിരുന്നു. കാരണം നാളിതുവരെ ഈ പാകിസ്ഥാൻ്റെ എല്ലാ ഭീകരാക്രമണത്തിലും ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് കാശ്മീരിലെ മുസ്ലിം സമൂഹത്തിൽപ്പെടുന്നവരായിരുന്നു. പട്ടാളക്കാർക്കിടയിലും അത്തരം ആളുകളിലുമൊന്നും അത്തരമൊരു വേർതിരിവുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണത്തെ പുതിയ പരീക്ഷണത്തിൽ അവർ ലക്ഷ്യം വെച്ചത് രണ്ട് കാര്യമാണ്. തങ്ങൾ ഉപദ്രവിക്കുന്നത് മുസ്ലിങ്ങളെയല്ല, അതിലൂടെ കാശ്മീരി മുസ്ലിങ്ങളുടെ ഒരു പിന്തുണ ലഭിക്കുക. മറ്റൊന്ന്, ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളിൽ വിദ്വേഷ രാഷ്ട്രീയ പ്രചരണത്തിലൂടെ രാജ്യത്ത് തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു മുസ്ലിം ഏറ്റുമുട്ടലിന് പുതിയൊരു മാനം നൽകുക. അത്തരമൊരു സംഘർഷത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുക. ഇതായിരുന്നു ലക്ഷ്യം. അതിൽ ഒന്നാമത്തെ ലക്ഷ്യത്തിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു. കാശ്മീരിലെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് സാധാരണ കുറച്ചു മനുഷ്യർക്കെങ്കിലും ഇടയിൽ വേണ്ടിയിരുന്നു എന്ന് തോന്നുമായിരുന്നൊരു വികാരം പോലും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, എല്ലാവരും അതിശക്തമായി ഇതിനെതിരെ പ്രതിഷേധവും പ്രതികരണവുമായി രംഗത്ത് വരികയുണ്ടായി. അവിടെ സന്ദർശിക്കാൻ പോയ മനുഷ്യർക്കിടയിലും അവിടുത്തെ കാശ്മീരി മുസ്ലിങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളാണ് പുറത്തു വന്നത്. കൂടാതെ അവിടുത്തെ ഭരണകൂടവും ഈ ഭീകരപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകളുടെ വീടുകളടക്കം ഇടിച്ച് തകർക്കുകയും അവർക്കൊക്കെ പലായനം ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാക്കി. അപ്പോൾ ഒന്നാമത്തെ അവരുടെ അജണ്ട പരാജയപ്പെട്ടു. കാശ്മീരിൽ നിന്ന് ഒരു പിന്തുണയും ഈ പാക് ഭീകരതയ്ക്ക് ലഭിച്ചില്ല. രണ്ടാമതായി അവർ ഉന്നം വെച്ചത് ഈ ഹിന്ദു മുസ്ലിം സംഘർഷമാണ്. അത്തരമൊരു സാഹചര്യം, അതിൻ്റെ ചില സൂചനകൾ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഉണ്ടാകുന്നു എന്നതാണൊരു സത്യം. ഇങ്ങ് ഡൽഹിയിൽ ഒരു കാശ്മീരി കാർ ഡ്രൈവർ വാഹനവുമായി ഒരു യാത്രക്കാരുമായി പോയപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തെ മർദ്ദിക്കുകയും അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഹരിയാനയിൽ ഒരു മുസ്ലിമായ ഒരാളിൻ്റെ കടകൾ അടിച്ചു തകർക്കുന്ന ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദേശീയതയ്ക്ക് വേണ്ടി ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. മറ്റൊരിടത്ത് ഒരു മുസ്ലിം പേരുകാരനെ വെടിവെച്ചങ്ങ് കൊന്നു. അതും പഹൽഗാമിൻ്റെ തിരിച്ചടിയാണ് എന്നാണ് പറയുന്നത്. പിന്നെ മറ്റു കുറേ പേർ പാകിസ്ഥാൻ കൊടികൾ പല വീടുകളുടെയും മുന്നിൽ വരച്ച് അവർക്കിതിനോട് ആഭിമുഖ്യമുള്ളവരാണ് എന്ന് വരുത്തി കലാപശ്രമത്തിന് പല ശ്രമങ്ങളും കർണാടകയിൽ നടന്നു. ഇവിടെയും ചിലരൊക്കെ കൊണ്ടുവന്ന് തുണി കത്തിച്ച് ആരെയൊക്കെയോ കാണിക്കാനും പേടിപ്പിക്കാനും പോകുന്നത് പോലെയുള്ള ശ്രമം നടത്തി. ഇതൊക്കെയും എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിനകത്ത് വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് തട്ടുന്നതിന് വേണ്ടിയാണ്. പ്രധാനമന്ത്രിയും ബീഹാറിൽ ചെന്ന് മുദ്രാവാക്യം വിളിപ്പിച്ച് ആവേശം കൊള്ളിച്ച് ജനങ്ങളെ അതിൽ കത്തിച്ചു വിട്ടു. ഏതായാലും വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു ധ്രുവീകരണമായിരിക്കും ഏറ്റവും ശക്തമായി ഉപയോഗിക്കുക. ഇത് അപകടകരമായി മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ ഗുണം ലഭിക്കുന്നത് ഈ പാക് ഭീകരർ എന്താണോ ലക്ഷ്യം വെച്ചത് അത്തരമൊരു ലക്ഷ്യത്തിലേക്കായിരിക്കും. രാഷ്ട്രീയമായ ഗുണദോഷങ്ങൾ വേറെ, പക്ഷേ രാജ്യത്തിൻ്റെ സ്ഥിതി അതാവും. ഇത്തരം
അക്രമങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുമ്പോൾ ആരെങ്കിലും പ്രതികരിച്ചാൽ അവരെ പാകിസ്ഥാൻവാദികളാക്കാം, ഭീകരതയുടെ പട്ടികയിൽപ്പെടുത്താം. പിന്നെ അതിനപ്പുറം ഇതൊക്കെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിച്ച് വോട്ടും തട്ടാം. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞ ചില വാക്കുകളുണ്ട്. ആ വാക്കുകളൊന്ന് കേൾക്കാം. The idea that no matter how much hatred someone spreads, the biggest and most powerful way to disrupt them is not to copy them, not to argue with them, not to fight with them, but right in front of their hatred, to place the idea of love and affection. So that, I think, is a framework, a potential framework for our politics. We can disagree on policies. In fact, I'm sure that every single one of us will disagree on some policy matter or the other. But the lens we use, we can all agree on. Their lens is hatred, their lens is fear, their lens is anger. Fear leads to anger, ossified anger is hatred. And our lens should be that which cuts their lens. Our lens should be love, our lens should be affection, and our lens should be listening to the wishes and the will of the people we are supposed to represent. കേട്ടല്ലോ, രാഹുൽ പറഞ്ഞതാണ് അതിൻ്റെ ഉത്തരം. വെറുപ്പിനെയും വിദ്വേഷത്തെയും അതേ നാണയത്തിൽ ചെറുക്കുന്നതുകൊണ്ടോ അവരോട് തർക്കിക്കുന്നതുകൊണ്ടോ വാദപ്രതിവാദം നടത്തുന്നതുകൊണ്ടോ യാതൊരു കാര്യമില്ല. അവരുടെ മുന്നിൽ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന സന്ദേശം സമൂഹം നൽകാൻ കഴിയണം. അവരുടെ ലെൻസിൽ വെറുപ്പും വിദ്വേഷവും അതിലൂടെയുള്ള സ്പർദ്ധയും ഏറ്റുമുട്ടലാണെങ്കിൽ നമ്മുടെ ലെൻസിൽ സ്നേഹവും ചേർന്ന് നിൽക്കലുമാകണം. അങ്ങനെ മാത്രമേ രാജ്യത്തിന് ഒറ്റക്കെട്ടായി നിന്ന് ഈ ഭീകരതയെയും മറ്റ് രാജ്യങ്ങളുടെ ഇത്തരം തന്ത്രങ്ങളെയും അതിജീവിക്കാനാവൂ. അതുകൂടി ഓർത്തിരിക്കണം.